നമസ്കാരം. 1200 ആണ്ട് കൊല്ലവർഷം 1200 ആണ്ട് മീനമാസം, അതായത് 30/13/4/2025 ഞായറാഴ്ച രാത്രി 3:21 ചോതി നക്ഷത്രം 1-ാം പാദ തുലാക്കൂറിൽ കൃഷ്ണപക്ഷ പ്രഥമ തിഥിയിലാണ് മേടരവി സംക്രമം, അതായത് നമ്മുടെ വിഷു വരുന്നത്. ഈ വിഷുവിന് ശരിക്കും പറഞ്ഞാൽ വിഷുവിൻ്റെ ഫലം പറയുന്നത് ഈ വർഷം 2 പറയാണ്. 2 പറ എന്ന് പറയുമ്പോൾ വർഷം 2 പറയാകയാൽ 20ൽ 10, അതായത് അങ്ങനെ പറയുമ്പോൾ മനസ്സിലാവുമെന്ന് അറിയില്ലെങ്കിലും 20ൽ 10 ഭാഗം സമുദ്രത്തിലും 6 ഭാഗം വനപർവ്വതങ്ങളിലും വർഷിക്കുന്നത് നീക്കിയിട്ട്. അപ്പോൾ 20 പറ എന്ന് പറയുമ്പോൾ 20ൽ 10 ഭാഗമാണ് നമ്മുടെ ഇവിടെ ഭൂമിയിൽ പതിക്കുന്നത്. അതിൽ 10 ഭാഗത്തിൽ 6 ഭാഗം വനപർവ്വത പ്രദേശങ്ങളിലാണ് വർഷമായിട്ട് പെയ്യുന്നത്. ബാക്കി നീക്കിയിട്ട് ഭൂമിയിൽ വർഷിക്കുന്ന വെള്ളം 4 ഇടങ്ങഴിയാണ്. അതനുസരിച്ചിട്ടുള്ള വിഷു ഫലമാണ് നമ്മളിവിടെ ഓരോ രാശിക്കാർക്കും പറയുന്നത്. അത് പ്രകാരം മേടം രാശി തൊട്ട് നമ്മൾ 12 രാശിക്കാരുടെയും വർഷഫലമാണ് നമ്മളിവിടെ പറയുന്നത്. പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ സാമ്പത്തിക രംഗത്താണെങ്കിലും നമ്മുടെ ഇവിടുത്തെ ഭരണാധികാരികൾക്കൊക്കെ ആണെങ്കിലും എല്ലാവർക്കും ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവയോഗ്യമാകുന്നൊരു വിഷു വർഷക്കാലം തന്നെയാണ് ഈ 2025 നമ്മൾ അനുഭവിക്കുന്നത്. പൊതുവെ പറഞ്ഞാൽ അത്ര സ്മൂത്തായിട്ട് കാര്യങ്ങൾ പോകുന്നൊരു വർഷമല്ല ഇത്. പൊതുവിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ഭരണരംഗത്തിരിക്കുന്ന തലവന്മാർക്ക് പോലും ഒരുപാട് തലവേദന ഉണ്ടാക്കുന്ന പല പ്രശ്നങ്ങൾ അനുഭവയോഗ്യമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെയേറെ പ്രാർത്ഥനയോടും ഈശ്വരവിശ്വാസത്തോടും കൂടി മാത്രം നിങ്ങൾ ഓരോരുത്തരും മുന്നോട്ട് പോകാൻ നോക്കുക. ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും അവരുടെ മതപരമായിട്ടുള്ള പ്രാർത്ഥനകളും സൽചിന്തകളും സൽപ്രവൃത്തികളുമായിട്ട് ഈ ഒരു വിഷു വർഷക്കാലം ഏറ്റെടുക്കാനായിട്ട് നോക്കുക. തുലാക്കൂറിൽപ്പെട്ട ചിത്തിര 3-4 പാദക്കാരും ചിത്തിരാര ചോതി വിശാഖം നക്ഷത്രക്കാർക്ക് തുലാക്കൂറുകാർക്ക് അനുകൂലമായിട്ടുള്ള ഒരു കാലം തന്നെയാണ്. കാരണം അവർക്ക് ശനിയൊക്കെ മാറി ശനി അനുകൂലത്തിൽ വരുന്നുണ്ട്. വ്യാഴം അവർക്ക് എന്നാലും അനുകൂലപ്രദനായിട്ടുള്ള ഒരു കാലയളവല്ല. മനസ്സിലാഗ്രഹിച്ച കാര്യങ്ങൾ ലക്ഷ്യബോധത്തോടു കൂടി മുന്നേറുകയാണെങ്കിൽ അവർക്ക് വിജയിക്കാൻ സാധിക്കുന്നതാണ്. ഒപ്പം തന്നെ തൊഴിൽ ആഗ്രഹിച്ചിരുന്നവർക്ക് തൊഴിൽ മാറ്റം, ഇപ്പോൾ ചെയ്തിരുന്ന ജോലി വിട്ട് വേറെ തൊഴിലിലേക്ക് പോകണമെന്ന് തോന്നിയവർക്ക് അതിനൊക്കെയുള്ള ചെറിയ വഴികളൊക്കെ തുറന്നു വരുന്നുണ്ട്. തൊഴിൽ രംഗത്തും കർമ്മരംഗത്തും ഒക്കെ ഇവർക്ക് ഉദ്ദിഷ്ട കാര്യങ്ങളൊക്കെ സാധ്യമാകുന്നുണ്ട്. പ്രത്യേകിച്ച് വിശാഖ നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ കുറേ കാലമായിട്ട് പലതരത്തിലുള്ള തടസ്സങ്ങളും പ്രതിബന്ധങ്ങളും ഒക്കെ കർമ്മരംഗത്തുണ്ടായിരുന്നുവെങ്കിലും അതിനൊക്കെ ഒരു മാറ്റം ചെറിയ തോതിൽ വരുന്നതാണ്. ചെറിയൊരു തണുപ്പ് അനുഭവപ്പെടുന്നൊരു കാലഘട്ടം തന്നെയാണ്. കർമ്മരംഗത്ത് ചെറിയ തോതിലുള്ള ഉയർച്ചയൊക്കെ ഇവർക്ക് പ്രതീക്ഷിക്കാം. ധാരാളം യാത്രകളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അത് യാത്രാക്ലേശത്തിന് വഴിവെക്കുന്നതാണ്. വിദേശത്തെ തൊഴിൽ ആഗ്രഹിച്ചവർക്ക് വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്കുമൊക്കെ പല മാറ്റങ്ങളും ഉണ്ടാകുന്നുണ്ട്. ബിസിനസ്സുകാർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാലം തന്നെയാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് ഏത് ബിസിനസ് ആയിക്കോട്ടെ അവർക്ക് സാമ്പത്തിക നേട്ടങ്ങളും ഒക്കെ ആദായമൊക്കെ പ്രതീക്ഷിക്കാം. ബിസിനസ് രംഗത്ത് നല്ല ശ്രദ്ധയോടുകൂടി കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നൊരു വർഷം തന്നെയാണ്. ഈ വർഷ അവസാനത്തോടുകൂടി ഈ വിഷുവർഷം നിങ്ങൾക്ക് ചില നേട്ടങ്ങളൊക്കെ വന്നു ചേരുന്നതാണ്. മനസ്സിന് പൊതുവെ ഒരു ഉന്മേഷവും ഉയർച്ചയും അതുപോലെ തന്നെ കർമ്മരംഗത്ത് നല്ലൊരു താല്പര്യത്തോടു കൂടി വർക്ക് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് സാധ്യമാകുന്നുണ്ട്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന വർഷങ്ങളെക്കാൾ അപേക്ഷിച്ച് നേട്ടങ്ങളൊക്കെ വന്ന് ധാരാളം സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കുടുംബത്തിൽ പല അസ്വസ്ഥതകളും ഉണ്ടാകാനുള്ള കാരണങ്ങളുണ്ട്. നിങ്ങളുടെ വാക്കും പ്രവൃത്തിയും ഏകീകരിക്കുന്നത് മൂലം ദമ്പതികൾ പരസ്പരം പങ്കാളികളുമായിട്ടുള്ള വാക്കുകളൊക്കെ പ്രയോഗിക്കുമ്പോൾ സൂക്ഷിച്ച് പ്രയോഗിക്കുക. ക്ഷിപ്രകോപം വീട്ടിൽ പല അസ്വസ്ഥതകൾക്കും കാരണമാക്കാം. അതുകൊണ്ട് ക്ഷിപ്രകോപം നിയന്ത്രിക്കുന്നത് നന്നായിരിക്കും. സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നത് മൂലം ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയ അഹങ്കാരമൊക്കെ വന്നു വിടാം. അതൊക്കെ മാറ്റിവെച്ച് വളരെ സമാധാനത്തോടുകൂടി വാക്കും പ്രവൃത്തിയും ഏകീകരിക്കാനൊക്കെ ആയിട്ട് ശ്രദ്ധിക്കാം. തൊഴിൽ സ്ഥലത്തെ സ്ഥാനമാനങ്ങളൊക്കെ ഉണ്ടാകാം. കലാരംഗത്തും അതുപോലെ തന്നെ കായിക രംഗത്തും പ്രവർത്തിക്കുന്നവർക്കുമൊക്കെ നേട്ടങ്ങളുടെ ഒരു കാലയളവ് തന്നെയായിരിക്കാം. വീട് പുതുക്കി പണിയാനോ അല്ലെങ്കിൽ പുതിയ വീട് വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഭവന യോഗം ഉണ്ടാകുന്ന ഒരു വർഷക്കാലം തന്നെയാണ്. വാഹനങ്ങൾ മാറ്റി വാങ്ങാനോ പുതിയ വാഹനം വാങ്ങാനോ ആഗ്രഹിക്കുന്നവർക്ക് അതും സാധ്യമാകുന്നുണ്ട്. ചില തടസ്സങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിലുണ്ടെങ്കിലും ആത്മവിശ്വാസം കൊണ്ട് അത് മാറ്റി നിങ്ങൾക്ക് പുതിയൊരു നല്ലൊരു വർഷത്തിലേക്ക് ഇപ്പോൾ എത്താൻ പറ്റുന്നതാണ്. വിദേശത്ത് അന്യദേശത്തൊക്കെ ഉള്ളവർക്ക് കാലം അനുകൂലമായിരിക്കും. ഈശ്വര പ്രാർത്ഥനകൾ സ്വായത്തമാക്കുന്നത് കൊണ്ട് പല പുതിയ നേട്ടങ്ങളും നിങ്ങൾക്ക് ഈ വർഷം നേടിയെടുക്കാൻ സാധ്യമാകുന്നതാണ്.